ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു കണ്ണടകളൊക്കെ ഐവേസ് ഒക്കെ കൊടുക്കുന്ന ഒരു ചാനലുണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒരു കണ്ണടയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ഡിസൈൻസിലും ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആകെ ഒരെണ്ണമേ നിങ്ങൾക്ക് അതിൽ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും എന്താ പറയുക, ഞാൻ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഐവേസ് മാത്രം എടുത്തു വെച്ചുകൊണ്ടിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. സെൽമേ എന്നാണ് പേര്. അപ്പോൾ എൻ്റെ തന്നെ വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഇഷ്ടപ്പെട്ട ഐവേസ് ഒക്കെ ഒന്ന് വാങ്ങി നോക്കാം. പിന്നെ രണ്ടാമതുള്ളത് നമ്മുടെ ചായപ്പൊടിയുടെ മൂന്നാറിൽ നിന്നുള്ള കൊളുക്കുമലയിൽ നിന്നുള്ള ചായപ്പൊടിയാണ്. ലീഫ് ടീ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ചായ ലവർ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് വീട്ടിൽ വാങ്ങി നോക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ട് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ക്രീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ. നമ്മളിതിന് മുമ്പേ പറഞ്ഞിരിക്കുന്ന കുറച്ച് സിനിമകളായിരുന്നു. ദി ക്വയറ്റ് പ്ലേസ്, ദി ബേർഡ് ബോക്സ്, ദി സൈലൻസ് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ. അപ്പോൾ അതിലൊക്കെ ഈ സൗണ്ട് കേട്ടിട്ടും അല്ലെങ്കിൽ കണ്ടിട്ടും ഒക്കെ ക്രീച്ചേഴ്സ് വന്നിട്ട് ആളുകളെ തിന്നുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമകളായിരുന്നു. ഈ സിനിമയും ദി എലിവേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രീച്ചറിൻ്റെ ഒരു സിനിമയാണ്. ഈ ക്രീച്ചർ ലോകത്തുള്ള എല്ലാ ആളുകളെയും കൊന്ന് ആളുകൾ എല്ലാവരും മരിച്ചു. വളരെ കുറച്ച് ഫ്യൂ ആളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ക്രീച്ചറിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 8000 അടിക്ക് മുകളിലേക്ക് ഈ ക്രീച്ചറിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും 8000 അടി മുകളിൽ കയറിയിട്ടുള്ള മലമുകളിലാണ് താമസിക്കുന്നത്, എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഒരു ലൈന് വരെ വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് ആ ക്രീച്ചർ കടക്കൂല. അവിടെ ജീവിക്കുന്ന നമ്മുടെ നായകനായിട്ടുള്ള ആന്റണി മക്കീൻസ് അവതരിപ്പിക്കുന്ന വിൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട്. ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം കാരണം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനിയുള്ള ജനറേഷനും നിന്ന് പോകണമെങ്കിൽ ഈ ക്രീച്ചറിനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതിൻ്റെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ച് അതിനെ കൊല്ലണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ അവിടെയുള്ളൊരു ലേഡി അതിനുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓരോരോ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രീച്ചറിനെ കൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഗണ്ണിൻ്റെ ബുള്ളറ്റാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഒരു സ്ത്രീ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് കുറച്ച് സപ്ലൈസുകളൊക്കെ കിട്ടാനായിട്ട് ഈ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഒരു ഹോസ്പിറ്റലിലേക്കും താഴേക്ക് ഇറങ്ങി ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ അബാൻഡഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ടൊക്കെ ബാറ്ററീസും കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ മല ഇറങ്ങിയിട്ട് വില്ലും ഈ ലേഡിയും അവരുടെ ഒരു കൂടെ വരുന്നൊരു ആളും കൂടെ ഈ ഒരു ബാറ്ററീസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് പിന്നീട് വരുന്നത്. അവർക്കത് കണ്ടുപിടിച്ചേ തീരുള്ളൂ. അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കുറച്ച് സപ്ലൈസുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ജീവികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർ നടത്തുന്ന ഒരു ചെറിയൊരു ജേണിയാണ് ഈ ഒരു സിനിമ. അതിൻ്റെ ഇടയ്ക്ക് അവർ ഈ ജീവിയെ കൊല്ലാനുള്ള പല സീക്രട്ടുകളും കണ്ടുപിടിക്കുന്നു. കിടിലൻ സിനിമയാണ്. അതിൻ്റെ ഒരു ത്രില്ല്, അതിൻ്റെ ഒരു റോപ്പ് വേൻ്റെ മേലെ അവർ രക്ഷപ്പെടുന്ന ഒരു സീനൊക്കെ ഉണ്ട് സിനിമയുടെ തുടക്കം തന്നെ. അത് കാണുമ്പോൾ തന്നെ നമ്മൾ സിനിമയിലേക്ക് ഇന്നാവും. പിന്നെ നമുക്കൊന്നും എന്താ പറയുക, ഒരു മൈൻഡ് ഡൈവേർട്ട് ആവില്ല. ആ സിനിമ ഇങ്ങനെ പിന്നെ നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും. ഏറ്റവും ഒടുവിൽ വരെ, സിനിമയുടെ ഏറ്റവും അവസാനം വരെ ഈ ക്രീച്ചേഴ്സിനെ എങ്ങനെ അവർ കീഴ്പ്പെടുത്തും എന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കിടിലൻ സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്.